നമസ്കാരം. പേജ് നമ്പർ 69 അഞ്ചാമത്തെ കണക്ക് നോക്കാം. The figure shows two chords drawn on either sides of a diameter. How much is the angle the other chord makes with the diameter? ചിത്രത്തില് ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന് മുകളിലും താഴെയുമായി രണ്ട് ഞാണുകൾ വരച്ചിരിക്കുന്നു. മുകളിലെ ഞാൻ വ്യാസവുമായി ഉണ്ടാക്കുന്ന കോൺ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് പിക്ചർ. ഇവിടുത്തെ വ്യാസം, അതായത് ഈ സർക്കിളിലെ ഡയമീറ്റർ എന്നുള്ളത് എ ഡി എന്ന ലൈനാണ്. ഈ എ ഡി എന്ന ലൈന് മുകളിലും താഴെയുമായി വരച്ചിരിക്കുന്ന രണ്ട് കോഡുകളാണ് എ ബിയും എ സിയും. ഈ ഡയമീറ്ററും താഴത്തെ ഞാൻ, അതായത് കോഡുമായി ചേർന്ന് വരുന്ന ആംഗിൾ ആണ് 40 ഡിഗ്രി. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഈ ഡയമീറ്ററും മുകളിലത്തെ കോഡും, അതായത് മുകളിലത്തെ ഞാണുമായി ചേർന്ന് വരുന്ന ആംഗിൾ എത്രയാണ് എന്നുള്ളതാണ്. ഇവിടുത്തെ ആംഗിൾ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ ഈ ഡീറ്റെയിൽസ് നമുക്കൊന്ന് എഴുതാം. ഇവിടെ എ ബിയും എ സിയും ഈക്വൽ ആണ്, 3 സെന്റിമീറ്റർ വീതമാണ്. ആംഗിൾ ഡി എ ബി, ആംഗിൾ ഡി എ ബി 40 ഡിഗ്രി ആണ്. ആംഗിൾ ഡി എ സി ആണ് നമുക്ക് കാണേണ്ടത്. ഈ രണ്ട് ആംഗിളുകളും ഉൾപ്പെടത്തക്ക രീതിയിൽ നമുക്ക് രണ്ട് ട്രയാംഗിളുകൾ ഇവിടെ കണ്ടെത്താം. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എ ബിയും എ സിയും ഈക്വൽ ആണ്. അതുപോലെ എ ഡി എന്ന ലൈൻ കോമണും ആണ്. അപ്പൊ ഇവിടെ മൂന്നാമത് ഒരു ലൈൻ കൊടുക്കുമ്പോൾ അതും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ കണ്ടെത്തുന്ന ആ രണ്ട് ട്രയാംഗിളുകളും എന്തായിരിക്കും? കോൺഗ്രുവന്റ് ആയിരിക്കും, സർവ്വസമമായിരിക്കും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ആ രണ്ട് ലൈനുകളെ ഈക്വൽ ആക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഇവിടെ സെന്ററിന് ഒ എന്ന് കൊടുത്താൽ ഒയും ബിയും കണക്ട് ചെയ്തുന്നു, ഒയും സിയും കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് ലൈനും ഈക്വൽ ആയിട്ട് മാറും. കാരണം ഒ ബിയും ഒ സിയും ഈ സർക്കിളിന്റെ രണ്ട് റേഡിയസ് ആണ്, അല്ലെ? അപ്പൊ റേഡിയസിന്റെ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ട്രയാംഗിൾ ഒ എ ബിയും ട്രയാംഗിൾ ഒ എ സിയും എടുത്താൽ ഇതിന്റെ മൂന്ന് സൈഡുകളും ഈക്വൽ ആയിട്ട് വരും. ഒ ബി ഈക്വൽ ആണ് ഒ സി, കാരണം ഒരേ സർക്കിളിന്റെ റേഡിയസ് ആണ്, ആരങ്ങളാണ്. അതുകൊണ്ട് എ ഒ ഈക്വൽ ആണ് എ ഒ, കാരണം കോമൺ ആണ്. രണ്ട് ട്രയാംഗിളുകൾക്കും കോമൺ ആയിട്ട് വരുന്ന സൈഡാണ് എ ഒ എന്നുള്ളത്. പിന്നീടുള്ള സൈഡ് എ ബിയും എ സി ആണ്, അത് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. 3 സെന്റിമീറ്റർ വീതമാണ്. അതായത് എസ് 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 റൂൾ അനുസരിച്ച് രണ്ട് ട്രയാംഗിളിന്റെ മൂന്ന് സൈഡുകളും ഈക്വൽ ആയി വരികയാണെങ്കിൽ ആ രണ്ട് ട്രയാംഗിളുകളും കോൺഗ്രുവന്റ് ആയിരിക്കും, അതായത് സർവ്വസമമായിരിക്കും. അപ്പൊ ഈ ഡീറ്റെയിൽസ് നമുക്കൊന്ന് എഴുതാം. In triangle OAB, OAB and triangle OAC, ഇവിടെ OB ഈക്വൽ ആണ് OCക്ക്, അല്ലെ? റേഡിയ ഓഫ് ദ സെയിം സർക്കിൾ, അതായത് ഒരേ വൃത്തത്തിന്റെ രണ്ട് ആരങ്ങളാണ് OBയും OCയും. AO ഈക്വൽ ആണ് AO, കാരണം എന്താണ്? കോമൺ സൈഡ് ആണ്, പൊതുവായിട്ടുള്ള വശമാണ്. പിന്നീട് AB ഈക്വൽ ആണ് AC, ABയും ACയും എന്താണ്? 3 സെന്റിമീറ്റർ വീതമാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ട്രയാംഗിളുകളില് മൂന്ന് വശങ്ങളും ഇവിടെ ഈക്വൽ ആയ സ്ഥിതിക്ക് ഈ രണ്ട് ട്രയാംഗിളുകളും സർവ്വസമമാണ്, അതായത് കോൺഗ്രുവന്റ് ആണ്. ട്രയാംഗിൾ ഒ എ ബി കോൺഗ്രുവന്റ് ആണ്, ട്രയാംഗിൾ ഒ എ സി ഏത് റൂൾ പ്രകാരമാണ്? എസ് 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 റൂൾ പ്രകാരം. അതുകൊണ്ട് ട്രയാംഗിൾ ഒ എ ബിയും, അല്ലെ, ഒ എ ബിയും ആംഗിൾ ഒ എ സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് ട്രയാംഗിളും കോൺഗ്രുവന്റ് ആയ സ്ഥിതിക്ക് എല്ലാ സൈഡുകളും എല്ലാ ആംഗിളുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന എ എന്ന ആംഗിളുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഒ എ സിയും ഒ എ ബിയും എന്തായിരിക്കും? 40 ഡിഗ്രി വീതമായിരിക്കും. അങ്ങനെയെങ്കിൽ ആംഗിൾ ഡി എ സിയും എന്താണ്? 40 ഡിഗ്രി ആണ്. അതായത് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 40 ഡിഗ്രി ആയിരിക്കും. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Prove that the angle made by two equal chords
drawn from a point on the circle is bisected by the diameter through that point. വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന ഒരേ നീളമുള്ള ഞാണുകൾ ചേരുന്ന കോണിനെ ആ ബിന്ദുവിലൂടെയുള്ള വ്യാസം സമഭാഗം ചെയ്യുന്നുവെന്ന് തെളിയിക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ മറ്റൊരു വേർഷൻ തന്നെയാണിത്. ആ മെത്തേഡിൽ തന്നെ നമുക്കിത് പ്രൂവ് ചെയ്യാൻ കഴിയും. ഈ വൃത്തത്തിലെ ഒരേ ബിന്ദുവിൽ നിന്ന് തുടങ്ങുന്ന ഞാണുകളാണ് എ ബിയും എ സിയും. ഈ ബിന്ദുവിൽ നിന്ന് നമ്മൾ വരച്ചിരിക്കുന്ന ഡയമീറ്റർ അതായത് വ്യാസമാണ് എ ഡി എന്നുള്ളത്. എ ഡി എന്ന വ്യാസം ഈ രണ്ട് ആംഗിളുകളെ അതായത് കോണുകളെ സമമായി ഭാഗിക്കുന്നു എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. നമുക്കിവിടെ തെളിയിക്കേണ്ടത് ആംഗിൾ ഒ എ ബിയും ആംഗിൾ ഒ എ സിയും ഈക്വൽ ആണ് എന്നുള്ളതാണ്. അതായത് ഈ രണ്ട് ആംഗിളുകൾക്കിടയിലൂടെയാണ് ഇവിടെ വ്യാസം കടന്നു പോകുന്നത്, അതായത് ഡയമീറ്റർ പോകുന്നത്. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് എ എന്നുള്ളത്. അപ്പം എ എന്നുള്ള ആംഗിളിനെയാണ് ഡി എന്ന വ്യാസം സമഭാഗം ചെയ്യുന്നത്, അതായത് ബൈസെക്ട് ചെയ്യുന്നത്. അതായത് ഒ എ ബി ഈക്വൽ ആണ് ഒ എ സി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഒരേ നീളമുള്ള ഞാണുകൾ അതായത് കോഡുകൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സെയിം ലെങ്ത് ആയതിനാൽ എ ബിയും എ സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ ഒ സി ഒ ബി അല്ലെ, ഇത് രണ്ടും ഒരേ സർക്കിളിന്റെ തന്നെ റേഡിയസ് ആണ്. അപ്പൊ രണ്ട് ആരങ്ങളായതിനാൽ ഒ ബിയും ഒ സിയും ഇവിടെ ഈക്വൽ ആണ്. എ ഒ എന്നുള്ളത് കോമൺ സൈഡുമാണ്. അപ്പൊ മൂന്ന് സൈഡുകളും ഈക്വൽ ആയിട്ട് വന്നതിനാൽ ഈ രണ്ട് ട്രയാങ്കിളുകളും കോൺഗ്രുവന്റ് ആയിരിക്കും. അതുപോലെ ആംഗിൾ ഒ എ സിയും ആംഗിൾ ഒ എ ബിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ രണ്ട് കോഡുകൾ ചേരുന്ന ബിന്ദുവിലൂടെ പോകുന്ന ഡയമീറ്റർ ഈ രണ്ട് ആംഗിളുകളെയും എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തെളിയിക്കാം. അപ്പൊ ഈ ഡീറ്റെയിൽസ് നമുക്കൊന്ന് എഴുതാം. ഈ ട്രയാങ്കിൾ ഒ എ ബി ആൻഡ് ട്രയാങ്കിൾ ഒ എ സി എ ബി ഈക്വൽ ടു എ സി ഗിവൺ ആണ്. കാരണം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഒരേ നീളമുള്ള ഞാണുകൾ എന്ന്. സെയിം ലെങ്ത് ആണ് രണ്ട് കോഡുകൾക്കും. എഒ ഈക്വൽ ആണ് എഒ, കാരണം കോമൺ സൈഡ് ആണ് രണ്ട് ട്രയാങ്കിളിന്റെയും. അതുപോലെ ഒ ബി ഈക്വൽ ആണ് ഒ സി, റേഡിയോ ഓഫ് സെയിം സർക്കിൾ, ഒരേ വൃത്തത്തിന്റെ ആരങ്ങളാണ്. അതുകൊണ്ട് മൂന്ന് സൈഡുകളും ഈക്വൽ ആയിട്ട് വന്നതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിളുകളും എന്താണ്? കോൺഗ്രുവന്റ് ആണ്, അതായത് സർവ സമമാണ്. ഇതിന്റെ മൂന്ന് ആംഗിളുകളും മൂന്ന് സൈഡുകളും ഈക്വൽ ആണ്. ട്രയാങ്കിൾ ഒ എ ബി കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ഒ എ സി ഏത് റൂള് പ്രകാരമാണ്? എസ് 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 റൂൾ പ്രകാരം. അതുകൊണ്ട് ട്രയാങ്കിൾ ഒ എ ബി ഈക്വൽ ആണ് ട്രയാങ്കിൾ ഒ എ സി എന്ന് നമുക്ക് പറയാം അല്ലെ. ട്രയാങ്കിൾ ഒ എ സി, ട്രയാങ്കിൾ ഒ എ ബി, ഈ രണ്ട് ട്രയാങ്കിളുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഫോം ചെയ്ത ആംഗിൾ, അതായത് എ എന്ന ആംഗിൾ ഈക്വൽ ആയതിനാൽ ഈ ഡയമീറ്റർ എ ഡി എന്ന ഡയമീറ്റർ ഇവിടെ ഫോം ചെയ്ത ഈ ആംഗിളിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ട്, അതായത് സമഭാഗം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഈ രീതിയിൽ പ്രൂവ് ചെയ്യാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ സ്ക്വയർ ആൻഡ് എ സർക്കിൾ ത്രൂ ഓൾ ഫോർ വെർട്ടസസ്. Draw diameters parallel to the sides of the square and draw a polygon joining the end points of these diameters and the vertices of the square. Prove that this polygon is a regular octagon. ഒരു സമചതുരവും അതിന്റെ 4 മൂലകളിലൂടെയുള്ള വൃത്തവും വരയ്ക്കുക. സമചതുരത്തിന്റെ വശങ്ങൾക്ക് സമാന്തരമായ വ്യാസങ്ങൾ വൃത്തത്തിൽ മുട്ടുന്ന ബിന്ദുക്കളും സമചതുരത്തിന്റെ മൂലകളും യോജിപ്പിച്ച് മറ്റൊരു ബഹുഭുജം വരയ്ക്കുക. ഇതൊരു സമ അഷ്ടഭുജമാണെന്ന് തെളിയിക്കുക. ഇവിടെ നമ്മളൊരു സമചതുരം അതായത് ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. ആ സ്ക്വയറിന്റെ 4 മൂലകളും ചേർത്ത് ഒരു സർക്കിൾ അതായത് ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ
സ്ക്വയറിന്റെ അതായത് സമചതുരത്തിന്റെ ഓരോ സൈഡിനും പാരലായിട്ട് സമാന്തരമായിട്ട് രണ്ട് ലൈനുകളും വരച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സ്ക്വയറിന്റെ 4 മൂലകളും അതായത് 4 വെർട്ടസസും ഇതിന് പാരലായിട്ട് വരച്ചിരിക്കുന്ന ലൈനുകളുടെ എൻഡ് പോയിന്റുകളും ചേർത്ത് വരയ്ക്കുമ്പോൾ നമുക്കൊരു പോളിഗൺ കിട്ടും, അതായത് ഒരു ബഹുഭുജം കിട്ടും. അത് റെഗുലർ ഒക്ടഗൺ ആണെന്നാണ് തെളിയിക്കേണ്ടത്, അതായത് സമ അഷ്ടഭുജമാണെന്നാണ് തെളിയിക്കേണ്ടത്. ഇവിടെ പോയിന്റുകളെല്ലാം ചേർത്ത് വരച്ചിട്ടുണ്ട്. നമുക്കറിയാം റെഗുലർ ഒക്ടഗൺ എന്ന് പറഞ്ഞാൽ, അതായത് റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡുകളും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ സമഭുജങ്ങളുടെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അപ്പൊ ഇവിടെയും സമ അഷ്ടഭുജം എന്ന് പറഞ്ഞാൽ 8 വശങ്ങൾ അല്ലെ. ഒക്ടഗൺ എന്ന് പറഞ്ഞാൽ 8 സൈഡുകളായിരിക്കും വരേണ്ടത്. അപ്പൊ ഈ 8 സൈഡുകളും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. നമുക്കിവിടെ ഈ ഒരു പോർഷൻ എടുക്കാം. അപ്പം ഇവിടെ 2 ട്രയാങ്കിളുകൾ കിട്ടുന്നുണ്ട്. ഈ 2 ട്രയാങ്കിളുടെ ഈ 2 വശങ്ങളും ഈക്വൽ ആണെന്ന് തെളിയിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ വശങ്ങളും അതുപോലെ ഈക്വൽ ആയിരിക്കും. ഇവിടെ ലൈനുകൾ കൂട്ടിമുട്ടിയ പോയിന്റുകൾക്കെല്ലാം നമുക്ക് പേരുകൾ കൊടുക്കാം. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എ ബി ഈക്വൽ ആണ് എ എച്ചിന് എന്നുള്ളതാണ്. എ ബിയും എ എച്ചും ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ മതി. ഇവിടെ സ്ക്വയർ ആയതിനാൽ, അതായത് സമചതുരമായതിനാൽ ബാക്കിയുള്ള എല്ലാ പോർഷനും ഇതുപോലെ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് തെളിയിക്കാനായിട്ട് ഇത്രയും ഭാഗം ഒന്നെടുത്ത് വരയ്ക്കുകയാണ്. 2 ട്രയാങ്കിളുകൾ കിട്ടിയിട്ടുണ്ട്, അതായത് പി എ എച്ചും പി എ ബിയും. ഇവിടെ പി എ എന്ന ലൈൻ കോമൺ ആണ്. 2 ട്രയാങ്കിളുകളിൽ പി എ എന്ന് പറയുന്ന ലൈൻ കോമൺ ആയതിനാൽ നമുക്ക് പി എ ഈക്വൽ ആണ് പി എക്ക് എന്നെഴുതാം. അതുപോലെ നമുക്കറിയാം ഒ പി എന്ന ലൈൻ പെർപെൻഡിക്കുലർ ആണ്, അതായത് സെന്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈൻ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നു, അതായത് സമഭാഗം ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ എച്ച് പിയും ബി പിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം ഈ 2 ട്രയാങ്കിളുകൾ കൺസിഡർ ചെയ്യുമ്പോൾ എച്ച് പിയും ബി പിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് അതുപോലെ എഴുതാം അല്ലെ. എച്ച് പി ഈക്വൽ ബി പി. റീസൺ എന്തെഴുതാം നമുക്ക്? ഒ പി പെർപെൻഡിക്കുലർ ടു എച്ച് ബി. ഇപ്പൊ 2 സൈഡുകൾ നമ്മൾ ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒ പി പെർപെൻഡിക്കുലർ ആണ് എച്ച് ബിക്ക് അല്ലെ. അപ്പോൾ പിയിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതിന് ചുറ്റും ഫോം ചെയ്യുന്ന ആംഗിളുകളെല്ലാം എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയെങ്കിൽ എ പി ഡിയും എ പി എച്ചും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ പഠിച്ച കോൺഗ്രുവന്റ് റൂള് SAS പ്രകാരം 2 സൈഡുകൾ ഈക്വൽ ആവുകയും അതിന് ഇടയിലെ കോൺ ഈക്വൽ ആവുകയും ചെയ്താൽ ആ 2 ട്രയാങ്കിളുകളും കോൺഗ്രുവന്റ് ആയിരിക്കും, അതായത് സർവ്വസമമായിരിക്കും. അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പി എ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള വശവും എച്ച് പിയും ബി പിയും എന്താണ്? ഈക്വൽ ആയിട്ട് വരികയും അതിനിടയിലെ ആംഗിൾ ആയ പി എന്ന ആംഗിൾ അല്ലെ, അതായത് എ പി എച്ചും എ പി ബിയും 90 ഡിഗ്രി വീതമായതിനാൽ അതിന് ഇടയിലെ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ 2 ട്രയാങ്കിളുകളും കോൺഗ്രുവന്റ് ആയിരിക്കും, അതായത് 3 ആംഗിളുകളും 3 വശങ്ങളും അതിന്റെ 3 സൈഡുകളും ഈക്വൽ ആയിരിക്കും. നമുക്കതൊന്ന് എഴുതാം. SAS റൂൾ പ്രകാരം ട്രയാങ്കിൾ എ പി എച്ച് കോൺഗ്രുവന്റ് ആണ് ട്രയാങ്കിൾ എ പി ബി ക്ക്. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് പറയാനുള്ള വശം എന്ന് പറയുന്നത് എ ബിയും എ എച്ചുമാണ്. അപ്പൊ എ ബി എന്ന സൈഡ് ഈക്വൽ ആണ് എ എച്ചിന് എന്ന് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ബി സിയും സി ഡിയും ഈക്വൽ ആയിരിക്കും, ഡിഇയും ഇ എഫും ഈക്വൽ ആയിരിക്കും, എഫ് ജിയും എച്ച് ജിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം ഇതെല്ലാം 8 വശങ്ങളുണ്ട്, അതായത് 8 സൈഡുകളാണ്. അതുകൊണ്ട് ഈ സൈഡുകളെല്ലാം ഈക്വൽ ആവുകയും ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന പോളിഗൺ
റെഗുലർ ഒക്ടഗൺ ആണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയുകയും ചെയ്യും. അതായത് ഇവിടുത്തെ ഈ ബഹുഭുജം എന്നുള്ളത് സമ അഷ്ടഭുജമാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. പേജ് നമ്പർ 68, 69 7 കണക്കുകളാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പൊ ഈ കണക്കുകളെല്ലാം ചെയ്തു പഠിക്കുക. അടുത്ത ടോപ്പിക്ക് ഈക്വൽ കോഴ്സുകളാണ്, അതായത് തുല്യ ഞാണുകളാണ്. അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.